അസാമിലെ 126 അംഗ നിയമസഭയിലേക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ താജ ഒപ്പീനിയൻ പോൾ സർവേ. അസാമിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. അസാമിലെ ആദ്യത്തെ ജില്ല നാഗോൺ ആണ്. നാഗോൺ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റ് വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബൊങ്കൈഗാവ് ആണ്. ബൊങ്കൈഗാവിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വിശ്വനാഥ് ആണ്. വിശ്വനാഥിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കാർബി ആംഗ്ലോങ് ആണ്. കാർബി ആംഗ്ലോങ്ങിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സോനിപത്ത് ആണ്. സോനിപത്തിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഉദൽഗുരിയാണ്. ഉദൽഗുരിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജോർഹട്ട് ആണ്. ജോർഹട്ടിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദിബ്രുഗഡ് ആണ്. ദിബ്രുഗഡിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബജാലിയാണ്. ബജാലി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോലാഘട്ട് ആണ്. ഗോലാഘട്ടിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദിമാ ഹസാവ് ആണ്. ദിമാ ഹസാവിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഹൈലാകണ്ടിയാണ്. ഹൈലാകണ്ടിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബാർപേട്ടയാണ്. ബാർപേട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് കാർബി ആംഗ്ലോങ് ആണ്. വെസ്റ്റ് കാർബി ആംഗ്ലോങ്ങിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ധേമാജി ജില്ലയാണ്. ധേമാജി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ധുബ്രിയാണ്. ധുബ്രി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 5 സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ധരാങ് ജില്ലയാണ്. ധരാങ്ങിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ലഖിംപൂരാണ്. ലഖിംപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവസാഗർ ആണ്. ശിവസാഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മജൂലിയാണ്. മജൂലിയിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല മോറിഗാവ് ആണ്. മോറിഗാവിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നൽബാരിയാണ്. നൽബാരിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത.
അടുത്ത ജില്ല ടിൻസുക്കിയാണ്. ടിൻസുക്കിയയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാംരൂപ് റൂറലാണ്. കാംരൂപ് റൂറലിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കാംരൂപ് മെട്രോയാണ്. കാംരൂപ് മെട്രോയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സൗത്ത് സൽമാറ മംഗച്ചാർ ആണ്. സൗത്ത് സൽമാറ മംഗച്ചാറിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ചിരാങ് ആണ്. ചിരാങ്ങിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കരീംഗഞ്ച് ആണ്. കരീംഗഞ്ചിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗോൾപാറയാണ്. ഗോൾപാറയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ബക്സയാണ്. ബക്സയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചെറായ് ദേവോ ആണ്. ചെറായ് ദേവോയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കോക്രജാർ ആണ്. കോക്രജാറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കച്ചാർ ആണ്. കച്ചാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അസാം നിയമസഭയിലെ ആകെയുള്ള 126 സീറ്റുകളിൽ 61 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 62 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.